മക്കളെ, വെക്ടർ ഓൾജിബ്രയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. രണ്ട് ഡാറ്റകളാണ് മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് വെക്ടർ P cross vector B is equal to vector C cross vector B. That means vector P minus vector C cross വെക്ടർ ബി ഈക്വൽ ടു 0 എന്ന് പറയാം. രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ദാറ്റ് വെക്ടേഴ്സ്, ആ വെക്ടേഴ്സ് എന്താണെന്നാണ് പഠിച്ച് പാരലൽ വെക്ടേഴ്സ് എന്നാണ് പഠിച്ചത്. ദാറ്റ് മീൻസ് പി മൈനസ് സി ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു വെക്ടർ ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു വെക്ടർ പി ഈസ് ഈക്വൽ ടു വെക്ടർ സി പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി എന്ന് എഴുതാം. And also given that P dot A, vector P dot vector A is equal to 0. That means dot product അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. P നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഡോട്ട് പ്രോഡക്റ്റ് എയും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സി ഡോട്ട് എ പ്ലസ് ലാംഡ ഇൻറ്റു ബി ഡോട്ട് എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എ വെക്ടർ ഉണ്ട്, സി വെക്ടർ ഉണ്ട്. അപ്പോൾ സി ഡോട്ട് എ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒന്ന് 3, അടുത്തത് -3, അടുത്തത് -8 എന്ന് കിട്ടി. പ്ലസ് ലാംഡ ഇൻറ്റു ബി ഡോട്ട് എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് 12 പ്ലസ് 1 -14 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു സോൾവ് ചെയ്താൽ -8 കിട്ടും. ലാംഡ -8 ആണെങ്കിൽ വെക്ടർ പി ഏത് ഫോമിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? വെക്ടർ സി പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി അല്ലേ? വെക്ടർ സി എന്ന് പറയുമ്പോൾ ദാ വെക്ടർ സി, ലാംഡ -8 ആണ്, വെക്ടർ ബി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -31 i ക്യാപ്പ് -11 j ക്യാപ്പ് -52 k ക്യാപ്പ് എന്ന് കിട്ടുമല്ലോ അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? വെക്ടർ പി ഡോട്ട് ഐ മൈനസ് ജെ മൈനസ് കെ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വൺ -31, സെക്കൻഡ് വൺ +11 ആൻഡ് തേർഡ് വൺ +52 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ ഈക്വൽ ടു ആരാണ്? 32 ആണ്. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്.